സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. നമ്മളുള്ളത് കൊല്ലം KSRTC ഡിപ്പോയിലാണ്. ഇവിടെ പ്രിയദർശിനി സ്ത്രീകളുടെ സൗജന്യ യാത്ര അങ്ങനെ ബസ്സുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രി ബിന്ദു കൃഷ്ണ ഈ ബസ്സിൽ കയറിയായിരിക്കും കൊല്ലത്ത് ഈ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. 8:30 തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം KSRTCയിലേക്ക് എത്തും. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യം നൽകുന്ന തലത്തിൽ തന്നെയാണ് ഈ സർക്കാർ പരിപാടി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞത്. ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ആളുകളുണ്ട്. പക്ഷേ ഏകദേശം 8-9 മണി മുതൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര ലഭ്യമാവുക. എന്തായാലും ചേച്ചി സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. ഇനിയിപ്പോ ഇന്ന് മുതൽ പൈസ കൊടുക്കാണ്ട് യാത്ര അതെ കുറെ കാശ് നമ്മുടെ കയ്യിൽ നിൽക്കില്ലേ? നിൽക്കും. പിന്നെ തീർച്ചയായിട്ടും കൂടുതലും ഫാസ്റ്റ് പാസഞ്ചേഴ്സ് അതിലും കൂടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ്. ആ ചിരിയിൽ തന്നെ ഉണ്ട് ആ ഒരു സന്തോഷം. എന്തായാലും കൂടുതൽ ബസ്സുകളിലേക്കൊക്കെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വേറെ ഒരുപാട് സ്ത്രീകളൊക്കെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്. ചേച്ചി, ഇന്നു മുതൽ ഈ സൗജന്യ യാത്ര വരാൻ പോവുകയാണോ? വരാൻ പോകുന്നുണ്ട്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ചിരിയാണോ ഉത്തരം? സന്തോഷമാണ്. സേവ് ചെയ്യാൻ പറ്റുന്ന പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആരുടെടുത്തും പൈസ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണ്ടല്ലോ. അതാണ്. അപ്പൊ ഇനി പൈസ ചോദിക്കാണ്ട് കയ്യിൽ കുറച്ച് കാശ് ഇരിക്കാനുള്ള പരിപാടിയാണ്. സൗജന്യമായിട്ട് വണ്ടിക്കൂലി നമ്മുടെ കയ്യിൽ വാങ്ങിച്ച് നമുക്ക് സേവ് ചെയ്യാമല്ലോ. അതാണ് പറയുന്നത്. കാരണം ഒരു 10 രൂപ കയ്യിൽ വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതാണ് ഈ സ്ത്രീകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ചേച്ചി, ഇന്നു മുതൽ സൗജന്യ യാത്രയാണ് ബസ്. നമുക്ക് തിരുവനന്തപുരത്ത് പോകാൻ സൗജന്യ യാത്രയല്ല. കൊടുക്കേണ്ടവർ കൊടുക്കുക, ഇല്ലാത്തവർ അങ്ങനെ പോവുക. കൂടുതൽ ബസ്സുകളിലേക്ക് ഇത് മാറ്റണോ? എനിക്കിതിനെപ്പറ്റി അഭിപ്രായം പറയാതെ മാറ്റിയാൽ കൊള്ളാം. ഗവൺമെന്റിന് നഷ്ടമില്ലേ? ഗവൺമെന്റ് നമുക്ക് പൈസ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഒരുപാട് നഷ്ടം വരും. പൈസ ഉള്ളവർ പൈസ കൊടുത്തു പോവുക, ഇല്ലാത്തവർ അല്ലാത്ത പോകും. എന്തായാലും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. ഗവൺമെന്റ് നഷ്ടം ഉൾപ്പെടെ വരുമെന്നാണ് അവർ പറയുന്നത്. ചേച്ചി, ഇന്നു മുതൽ സൗജന്യ യാത്രയാണ്. അതിനുവേണ്ടി ഞാൻ വന്നതാ. സൗജന്യ യാത്രയ്ക്ക് വേണ്ടി വന്നു. KSSPയുടെ ഞങ്ങളുടെ വകയായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. അതുപോലെ ഇതൊരു നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു ബസ്സിൽ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര സ്ത്രീകളെല്ലാം അംഗീകരിക്കുന്ന ഒരു സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ചേച്ചി, ഈ പരിപാടി ഉദ്ഘാടനം മറ്റു ഇതിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. എന്തായാലും സ്ത്രീകളൊക്കെ തന്നെ വലിയ ഹാപ്പിയാണ്. ഇന്ന് സൗജന്യ യാത്രയാണ് ഇന്ന്. അതെ, സന്തോഷം. മാറ്റങ്ങൾ വരട്ടെ. ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിലാണുള്ളത്? ഇല്ല ഞാനിപ്പോ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ ഓർഡിനറി ബസ്സുകളിലാണ് ഈ യാത്ര. ഓക്കെ അത് മാറണം. എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാളും കൂടുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലാത്ത ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഉപകാരവും തോന്നുന്നു. നല്ല തീരുമാനമാണ്. എന്തായാലും എല്ലാ സ്ത്രീകളും നമ്മൾ എല്ലാ സ്ത്രീകളോട് ചോദിക്കുമ്പോഴും പോസിറ്റീവ് പ്രതികരണങ്ങളാണ്. ഇന്ന് മുതൽ സൗജന്യ യാത്രയാണ്. ഇല്ലല്ലോ, വൈകുന്നേരം മുതലല്ലേ ആവത്തുള്ളൂ. 9 മണി മുതൽ നമ്മൾ പോവുമല്ലേ. ഇപ്പൊ വണ്ടിക്കൂലി കൊടുത്താലല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ വണ്ടിക്കൂലി കൊടുക്കണ്ട. സന്തോഷം. ആ മുഖത്താ ചിരി, അതാണോ സന്തോഷം? നല്ല സന്തോഷമാണ്. കേട്ടതിന് സന്തോഷം. വരട്ടെ, നല്ലത്. എന്തായാലും എല്ലാ സ്ത്രീകളുടെ മുഖത്തും ചിരിയാണ്. ഇന്ന് ചിരിച്ചുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെല്ലാം കണ്ടത്. കാരണം ഒരു സൗജന്യ യാത്ര ലഭിക്കുന്നതിന്റെ ജീവിതത്തിൽ 10 രൂപ കയ്യിൽ വെക്കാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം സ്ത്രീകളുടെ മുഖത്തുണ്ട്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.